വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്നത്തെ സെഷനിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫൈനൽ ചോയ്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫൈനൽ ഒപ്പീനിയൻ എന്ന് പറയാം. ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി റിഗാർഡഡ് ആസ് ദ മെൻ്റൽ പ്രോസസ്സസ് റിസൾട്ടിങ് ഇൻ സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ കുറേ സ്റ്റെപ്പിൻ്റെ ഒരു ഔട്ട്കമാണ്. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അത് അനലൈസ് ചെയ്യുക. അനാലിസിസ് സ്റ്റെപ്പിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ് ഡേറ്റ വിൽ ഗെറ്റ്. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലം കിട്ടി, അത് അനലൈസ് ചെയ്ത് വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡേറ്റ. ദാറ്റ് ഡേറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് എ ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് കൺക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഡേറ്റ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ലാസ്റ്റത്തെ പോയിൻ്റ് നോക്കുക. ഡിസിഷൻ മേക്കിംഗ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ എ നമ്പർ ഓഫ് ഒപ്പീനിയൻ ആൻഡ് കമ്മിറ്റിംഗ് ടു എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ഡിസിഷൻ വേണം. അത് സെറ്റ് ഓഫ് ഇനീഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രോബ്ലം അനാലിസിസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബൈ ബേക്കർ, efficient decision making involves a series of steps that require the input of information at different stages of the process as well as a process of feedback. അപ്പോൾ ഇതാണ് ബേക്കർ ഡിഫൈൻ ചെയ്തത് ഡിസിഷൻ മേക്കിങ്ങിനെ. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് ഡെഫിനിഷൻ ഫോർ യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ദ അതോറിറ്റി ഫോർ ടേക്കിംഗ് ഡിസിഷൻ ഇൻ എ ഫേം ഈസ് മാനേജർ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ മാനേജർ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ദർ ആർ സം കൺസ്ട്രെയിൻ, ഇനാക്യുറസീസ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇനാക്യുറസി വരുന്നത്? ഇപ്പം നമുക്കുള്ള ഒരു പ്രോബ്ലത്തിനെ ഇനാക്യുറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മുതലേ ആ ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും, ഡിസിഷൻ എടുക്കുന്നതും റോങ് ആയി പോകും. ഒരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ട്രൂ പ്രോബ്ലംസ് ഉണ്ടാവാം, സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പം എ മാനേജർ ഇസ് എ പേഴ്സൺ ഹു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം സെപ്പറേറ്റ്ലി ബേസ്ഡ് ഓൺ സിംറ്റംസ് എന്ന് നമുക്ക് പറയാം. ഒരു ഐഡിയൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു 8 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് മിക്കവാറും എക്സാമിനെ ചോദിക്കുന്നതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫൈൻ ദ പ്രോബ്ലം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമൈൻ ദ റിക്വയർമെൻറ്റ് ദാറ്റ് the solution of the problem must meet, then establish the goal that solve the problem should accomplish, and fourth step is identify alternative that will solve the problem. എന്ത് ഓൾട്ടർനേറ്റീവ് എടുത്താലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് വാല്യുവേഷൻ ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദ ഗോൾ. നമ്മളിപ്പം ഓൾറെഡി ഗോൾസ് എന്താണെന്നൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഡെവലപ്പ് വാല്യുബിൾ ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദ സെറ്റ് ഗോൾ. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ കൊടുത്തിരിക്കുന്ന ഗോളിന് ബേസ് ചെയ്തിട്ട് develop a suitable valuation criteria. And sixth step is select a decision making tool. എന്തെങ്കിലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ മേക്കിംഗ് ടൂളാണ് എംപ്ലോയ് ചെയ്തത്. മേ ബി ലൈക്ക് എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓർ termination of a staff from the firm, etc. The seventh step is that by using different tools നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഓൾട്ടർനേറ്റീവ്സ് മെത്തേഡ് വല്ലതും ഉണ്ടോ, പ്രിഫേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇൻ ദ 8th സ്റ്റെപ്പ് നമ്മൾ ഡിസിഷൻ എടുത്തു. നമ്മുടെ ആദ്യം എന്താണ് പ്രോബ്ലം അനാലിസിസ് ഒക്കെ ചെയ്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ കറക്റ്റാണോ, നമ്മളത് ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഇനീഷ്യലായിട്ടുണ്ടായിരുന്ന പ്രോബ്ലം സോൾവ് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. സോ ടോട്ടലി 8 സ്റ്റെപ്സ് ആർ ദെയർ ടു ടേക്ക് എ ഡിസിഷൻ ഇൻ ആൻ ഐഡിയൽ വേ. ഒരു ഇൻഡസ്ട്രിയൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എപ്പോഴൊക്കെയാണ് ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ടത്? അതായത് മെയിനായിട്ട് നോക്കുന്നത് ഹൈ ലെവൽ ഓഫ് എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയീസ് കൂട്ടമായിട്ട് രാജിവെച്ച് പോകുമ്പോൾ എന്തായാലും മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക് ക്വിക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റിഡക്ഷൻ ഇൻ ഫേം പ്രോഫിറ്റ്. അതുപോലെ അൺഅക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ഷ്രിങ്കേജ് ഇൻ സ്റ്റോർ, ലോവർ ദാൻ പ്ലാൻ ക്വാളിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ഇഞ്ചുറീസ്. അതുപോലെ തന്നെ ഫൈനലി ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ ടെക്നോളജി ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്. ജനറലി ഇത്രയും കണ്ടീഷൻസിലാണ് ഒരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ മാനേജറിന് ഡിസിഷൻ ഒരു ഇൻഡസ്ട്രിയൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു 6 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ വി വിൽ ഡിസ്കസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി ആൻഡ് റിസ്ക്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഔട്ട്കം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം പ്രെഡിക്റ്റഡ് ആണ്. എങ്ങനെയാണ് ഔട്ട്കം വരുന്നതെന്ന് പ്രെഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഈസ് അസ്യൂംഡ് ആസ് നോൺ. ഓക്കെ, ഈ ഒരു കണ്ടീഷനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി കണ്ടീഷൻ എന്നാണ്. നൗ വി വിൽ ഡിസ്കസ് ദ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി അണ്ടർ റിസ്ക് കണ്ടീഷൻ. ഇതിൽ പ്രോബബിലിറ്റി ഓഫ് നേച്ചർ ഓഫ് ഒക്കറിങ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി തിയറം ഉപയോഗിച്ചിട്ടോ, അതുപോലെ തന്നെ ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഇൻഫർമേഷൻ അവൈലബിൾ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയാം. അത് ട്രൂ ആവാം, ഫോൾസ് ആവാം, പക്ഷേ അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കാം മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ ഫാക്ച്വൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ റിസ്ക് കണ്ടീഷനിൽ ഡിസിഷൻസ് എടുക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി.
അൺസർട്ടൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നോ നോളജ് ഓൺ പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. ഡിസിഷൻസ് ഈ ഒരു കേസിൽ മെയ്ഡ് ഇൻ ആൻ എൻവയോൺമെൻറ്റ് ഓഫ് സം അൺസർട്ടനിറ്റി എന്ന് നമുക്ക് പറയാം. അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒന്നും നോളജ് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ഒന്നും ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റിൽ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതാണ് ഈ കേസിൽ വരുന്നത്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മിയർ ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ഡേറ്റാ ബേസ് ആയിരിക്കും ഉള്ളത്. പക്ഷേ അത് റിലയബിൾ ആണോ, ആ ഡേറ്റ എടുത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഡേറ്റ ആയിരിക്കും ഇതിലുണ്ടാകുന്നത്. മിയർ ആയിട്ടുള്ള ഡേറ്റാ ബേസ് ആയിരിക്കും ഉള്ളത്. അത് നമുക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റേനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവാം തെറ്റാവാം. അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് അൺസർട്ടൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഡിസിഷൻ ടേക്കിംഗ് അണ്ടർ അൺസർട്ടൻ കണ്ടീഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് കമ്പയറിംഗ് ടു സർട്ടൻ കണ്ടീഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അൺസർട്ടൻ കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓർഗനൈസേഷൻ വാണ്ട് ടു എക്സ്പാൻഡ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻവോൾവ്മെൻറ്റ് ഇൻ അനദർ കൺട്രി. അവിടുത്തെ ഒരു റൂളോ റെഗുലേഷനോ ഒന്നും അറിയാതെ അവിടെ പോയി അവരുടെ ബ്രാഞ്ച് തുടങ്ങുന്നത് ഒരു അൺസർട്ടൻ കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദേ ഡോണ്ട് നോ ദ ലോ, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ബിഹേവിയർ ഓഫ് എ ന്യൂ കൺട്രി വെയർ ദേ വാണ്ട് ടു എക്സ്പാൻഡ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് അൺസർട്ടൻ കണ്ടീഷനാണ്. ആൻഡ് ഇൻ ദിസ് കേസ് മാനേജർ ഷുഡ് അവെയർ അബൌട്ട് ഡിഗ്രി ആൻഡ് നേച്ചർ ഓഫ് റിസ്ക് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പവർ. അപ്പം ഡിസിഷൻ മേക്കിംഗ് പവറിലെ റിസ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഹസാർഡും അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റിസ്ക് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മാനേജർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയ അണ്ടർ അൺസർട്ടനിറ്റി കണ്ടീഷൻ്റെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നൗ വിൽ ഡിസ്കസ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി ക്രൈറ്റീരിയ. അതിൽ വൺ മെത്തേഡാണ് ലാപ്ലാസ് ക്രൈറ്റീരിയ. ഹിയർ ഓൾ ഔട്ട്കം ഈക്വൽ പ്രോബബിലിറ്റി എന്ന് വെച്ച് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒപ്റ്റിമിസം ക്രൈറ്റീരിയ. അതിനെ പറയുന്ന വേറെ പേരാണ് മാക്സി മാക്സ് ആൻഡ് മിനി മിൻ. ഇതിൽ ഗുഡ് കേസസ് ആണ് കിട്ടുന്നതെങ്കിൽ മാക്സി മാക്സ് നമ്മൾ പിക്ക് ചെയ്യും. അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് മിനി മിൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ പറയുന്ന ഒരു സ്റ്റെപ്പിനെയാണ് ഒപ്റ്റിമിസം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെസിമിസം ക്രൈറ്റീരിയ, വാൾസ് ക്രൈറ്റീരിയ എന്ന് പറയാറുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയയിൽ വേഴ്സ്റ്റ് കേസ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, മിനി മാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. അതിനെ സാവേജ് ക്രൈറ്റീരിയ എന്ന് പറയാറുണ്ട്. ഇതിൽ റിഗ്രറ്റ് കുറയ്ക്കാൻ മാക്സിമം സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ 4-5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ സേഫ് ആയിട്ടുള്ള എന്താണ് നമുക്ക് തോന്നുന്നത് അതായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാവേജ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമം റിഗ്രറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഹൗവിഷ് ക്രൈറ്റീരിയ. അതായത് ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം ക്രൈറ്റീരിയ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് പറയാം. ഒപ്റ്റിമിസവും അതായത് പെസിമിസവും ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഫോമാണ് ഹൗവിഷ് ക്രൈറ്റീരിയ. നൗ വി വിൽ ഡിസ്കസ് ദ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ആംബിഗ്യൂറ്റി. ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനാണ്. ആംബിഗ്യൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്കം ഒരിക്കലും ക്ലിയർ ആയിരിക്കില്ല, എന്താണ് മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണ് ആംബിഗ്യൂറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ സ്ലൈഡിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗോൾസ് ടു ബി അച്ചീവ്ഡ് അല്ലെങ്കിൽ പ്രോബ്ലം ടു ബി സോൾവ്ഡ് അൺക്ലിയർ ആയിരിക്കും കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. ഓൾട്ടർനേറ്റീവ്സ് ആർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ആണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ അബൌട്ട് ദ ഔട്ട്കംസ് ആർ അൺഅവൈലബിൾ. സമ്മറൈസ് ചെയ്ത് പറയുമ്പം ഒരു ഡീറ്റെയിൽസും അവൈലബിളും അല്ല, എന്താണോ അച്ചീവ് ചെയ്യേണ്ടതെന്നും നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ആംബിഗ്യൂറ്റി കണ്ടീഷനിൽ ഡിസിഷൻ എടുക്കുന്നതാണ് കമ്പയറിങ് ഓൾ ദ അതർ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ടു ടേക്ക് എ ഡിസിഷൻ. കമ്മിങ് ടു ദ സമ്മറി ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്സ്, ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് സെർട്ടനിറ്റി കണ്ടീഷൻ. ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ പീപ്പിൾ ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ഡിസിഷൻ ഔട്ട്കം, ദ ഇൻഫർമേഷൻ ഈസ് റിലയബിൾ ആൻഡ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ആർ നോൺ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് സെർട്ടനിറ്റി കണ്ടീഷൻ, അതായത് ഇൻഫർമേഷൻ അവൈലബിൾ കണ്ടീഷൻ. അതിൽ ഉള്ള ഡിസിഷൻ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി ആക്യുറേറ്റ്. ഇനി ഔട്ട്കം പ്രോബബിലിറ്റി ബേസ്ഡ് കണ്ടീഷൻ, അതായത് അൺസർട്ടനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് റിസ്കി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഔട്ട്കം ആർ നോൺ ബട്ട് മേ ബി ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ വി ഹാവ് ടു റിലേ ഓൺ മാത്തമാറ്റിക്കൽ മോഡൽ ടു ഗെറ്റ് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റീസ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡൽസിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സേ ലൈക്ക് മാറ്റ്ലാബോ അല്ലെങ്കിൽ പൈത്തൺ കോഡൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയുടെ എസ്റ്റിമേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നത്. Now we will discuss the condition that affect the possibility of decision failure. അതിൽ ഓർഗനൈസേഷണൽ പ്രോബ്ലം ഉണ്ട്, അതിൽ തന്നെ ലോ ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്.
അതായത് ലോ എന്ന് വെച്ചാൽ സെർട്ടനിറ്റി, പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ എപ്പോഴാണ് നടക്കുന്നത്, റിസ്ക്കും അൺസെർട്ടൈൻ കണ്ടീഷൻ, അതാണ് മൂന്നാമതേ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹൈ റിസ്ക്, അതായത് ആംബിഗ്യൂറ്റി കണ്ടീഷൻ, നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു അറിവും ഇല്ലാത്ത കണ്ടീഷൻ. ഇതിനെ തന്നെ സബ് ഡിവൈഡ് ചെയ്യാം: പ്രോഗ്രാംഡ് ഡിസിഷൻ, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ബൈ എക്സ്പീരിയൻസും നമുക്ക് ഡിസിഷൻ എടുക്കാം. അപ്പോൾ പ്രോഗ്രാംഡ് എന്ന് വെച്ചാൽ ബൈ യൂസിങ് എന്തെങ്കിലും ഒരു ട്രയൽ ആൻഡ് എററോ അല്ലെങ്കിൽ ഒരു ബൈ സോഫ്റ്റ്വെയറോ യൂസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്നും, നോൺ പ്രോഗ്രാം ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ പ്രോട്ടോകോൾസോ ഓർ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസോ വെച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ്. സോ ദീസ് ആർ ദ കണ്ടീഷൻ ദാറ്റ് അഫക്ട് ദ പോസിബിലിറ്റി ഓഫ് ഡിസിഷൻ ഫെയിലുവേഴ്സ്. നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ ആ പേര് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് അതിനുള്ളത്. ഇതിൽ എന്താണ് നമ്മൾ ട്രീ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ഡിസിഷൻ ട്രീ ഈസ് എ graphical representation of possible solution to a decision based on certain condition. ഇതൊരു ട്രീയുടെ ഷേപ്പിലുള്ള ഒരു ഇമേജാണ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മളിത് ഹെൽപ്ഫുള്ളായി തോന്നുന്നത്? ഒരു ബ്രെയിൻ സ്റ്റോമിങ് പ്രോസസ്സ്, കുറേ സ്റ്റെപ്പുള്ള പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ കുറേ സ്റ്റെപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം വലിയൊരു ഇൻഡസ്ട്രി ആകുമ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് വരും, കുറേ ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള പ്രോസസ്സാണെങ്കിൽ അതിൽ നമുക്ക് ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഏതെങ്കിലും സ്റ്റേജിലെത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള പ്രോസസ്സിന് ഡിസിഷൻ ട്രീ നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്ത് ഡിസൈഡ് ചെയ്യണം എന്നുള്ളൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിട്ട് വരും. ജനറലി ഡിസിഷൻ ട്രീ ഇൻക്ലൂഡ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഇറ്റ് വിൽ ലീഡ് ടു മൾട്ടിപ്പിൾ പോസിബിൾ ഔട്ട്കം. ജനറലി മാത്തമാറ്റിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് ഒരു ഔട്ട്കം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് പല പോസിബിലിറ്റി അറ്റ് എ ടൈം കിട്ടും. സോ ദിസ് ഈസ് ദ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻ ട്രീ. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബൈനറി ഡിസിഷൻ ട്രീ ആണ്, ടേബിൾ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ 3 ഇൻപുട്ടാണുള്ളത്. എയും ബിയും സി എന്ന് പറയുന്നത് ഇൻപുട്ടും എഫ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഇൻപുട്ട് 0യും 1ഉം. ബൈനറി ഡിസിഷൻ ട്രീയുടെ ഫോർമാറ്റ് എന്ന് പറയുമ്പം ബൈനറി എന്ന് വെച്ചാൽ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന 0യും 1ൻ്റെയും കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ എയും ബിയും സിയും ഇൻപുട്ട് വാല്യൂയും എഫ് എന്ന് കാണിക്കുന്നത്, അതായത് എഫിൻ്റെ താഴെ M0, M1, M2, M3 എന്നൊക്കെ കാണിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. അപ്പം ഇൻപുട്ട് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? 0 0 0 ആണ് ആദ്യത്തെ റോയിൽ ABC കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് M0 ആണ്. അതുപോലെ സെക്കൻഡ് റോ നോക്കുമ്പോൾ 0 0 1 ആണ്, അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് M1 ആണ്. ഈ രീതിയിൽ ടേബിൾ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഡിസിഷൻ ട്രീ ചെയ്യാം. ബ്രാഞ്ച് വൈസ് ഒരു ട്രീ പോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റും ചെയ്യാം. അതിൽ എ എന്ന് പറയുന്നത് റൂട്ട് നോഡ് എന്നാണ് അതിനെ പറയുന്നത്. അതിൽ 2 കണ്ടീഷൻസാണ് നമുക്ക് ഉണ്ടാവുക. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള നിലയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 0യും 1ഉം ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ജനറലി 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, ട്രൂ ആണെങ്കിൽ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക, 1 ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക ടുവേർഡ്സ് ബി. ബി എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് പറയുന്ന ചൈൽഡ് നോഡ് എന്നാണ്. എഗെയിൻ ദ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ പോയിൻറ്റ് സി നോഡ് ആൻഡ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് M0, M1, M2 അപ് ടു M7 ഫ്രം ദ ലീഫ് നോഡ് പോയിൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ, ഡിസിഷൻ ട്രീയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് ടേബിൾ റെപ്രസെൻറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ബൈ എ ഡിസിഷൻ ട്രീ ഫോർമാറ്റ്, ഒരു ട്രീ ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈനറി വാല്യൂ 0യും 1ഉം അല്ലാതെ നമുക്ക് ട്രൂ ആൻഡ് ഫോൾസ് കണ്ടീഷനിലും നമുക്ക് പറയാം. ട്രൂവിന് 1 എന്നും ഫോൾസിന് 0 എന്നും നമ്മൾ കൊടുത്ത പോലെ തന്നെ ഇപ്പോൾ ഒരു കണ്ടീഷൻ A ലെസ് ദാൻ B, അത് ട്രൂ ആണെങ്കിൽ അടുത്ത നോഡിലേക്ക് പോവുക, ഫോൾസ് ആണെങ്കിൽ അടുത്ത നോഡിലേക്ക് പോവുക. എന്നിട്ട് പിന്നെയും ആ കണ്ടീഷൻസ്, വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് വി വിൽ ഗെറ്റ് ദ സെയിം ഫോർമാറ്റ്. നമ്മൾ ജസ്റ്റ് ബൈനറിക്കും പകരം ട്രൂ ഓർ ഫോൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് n വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം, ബൈനറിനേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, തുടക്കത്തിലുള്ള നോഡിനെ പറയുന്ന റൂട്ട് നോഡ് എന്നാണ്. അതിനെ സർക്കിളായിട്ടോ അല്ലെങ്കിൽ എലിപ്സായിട്ടോ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾ നോഡ് ഡ്രോൺ വിത്ത് റെക്ടാങ്കുലർ ബോക്സ് ആർ കോൾഡ് ടെർമിനൽ നോഡ്സ് ഓർ ലീഫ് നോഡ്. ഏറ്റവും അവസാനം നമുക്ക് ടെർമിനൽ നോഡ്സിലാണ് റിസൾട്ട് കിട്ടുന്ന, ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിന് ടെർമിനൽ നോഡ് അല്ലെങ്കിൽ ലീഫ് നോഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഒരു പെർട്ടിക്കുലർ പാത്ത് നമ്മൾ എടുക്കുകയാണ് ഒരു ഡിസിഷൻ ട്രീയിലെ, നോഡ് വിത്ത് സെയിം ലേബൽ, ഒരേ കണ്ടീഷനുള്ള 2 നോട്ട്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ ഈസ് നോട്ട് യുണീക്ക്, അത് ഓരോ കണ്ടീഷനിലും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ നമുക്ക് ബൈനറിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് ചെയ്യാം. ട്രൂ ഓർ ഫോൾസ് ചെയ്യുന്നത് ഒരു വേ മാത്രമാണ്, എപ്പോഴും അത് ഐഡൻറ്റിക്കൽ ആവണമെന്നില്ല. നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ട് റെപ്രസെൻറ്റിനെ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് മെ നോട്ട് ബി same in all cases. In your summarizing decision tree, internal nodes are some attribute, edges are the values of the attribute, and external nodes are the
ഔട്ട്കം ഓഫ് ദ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ സമ്മറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ ട്രീനെ ഒരു സമ്മറൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. നൗ വി വിൽ ഡിസ്കസ് ദ സ്റ്റെപ്പ് ഇൻ ഡിസിഷൻ ട്രീ അനാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്പെസിഫൈങ് ദ പ്രോബ്ലം ഏരിയ ഫോർ വിച്ച് ഡിസിഷൻ മേക്കിംഗ് ഇസ് റിക്വയർഡ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആണ് ഫസ്റ്റ് സ്റ്റേജ്. ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഓൾ പോസിബിൾ സൊല്യൂഷൻ ഫോർ പെർട്ടിക്കുലർ ഇഷ്യൂ. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ കോൺസിക്വൻസസും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻ ദ തേർഡ് സ്റ്റെപ്പ് ദ പ്രസൻറ്റേഷൻ ഓഫ് വേരിയബിൾ ഓൺ എ ഡിസിഷൻ ട്രീ അലോങ് വിത്ത് ഓൾ റെസ്പെക്റ്റീവ് possible values. And in the fourth step, finding out the outcome of all variable and specify it in a decision tree. And in the fifth step, that is the last step, here it involves calculating the value for all the chance node or options to figure out the solution which provide highest expected value. അപ്പം ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ഡിസിഷൻ ട്രീ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം തന്നിട്ട് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫോളോ ദീസ് ഓൾ 5 steps ടു ഡ്രോ ദാറ്റ് ഇമേജ്. അത് ഒന്നുകിൽ ട്രീ ഫോമിലാവാം, അല്ലെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ഇൻ എ ടേബുലർ ഫോം. നൗ വി വിൽ സോൾവ് എ പ്രോബ്ലം. ദർ ഈസ് 40% ചാൻസ് ദാറ്റ് എ പേഷ്യൻറ്റ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ. അപ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത 40% ആണ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. എ ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട്. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് സഫർഡ് ഫ്രം ക്യാൻസർ ആൻഡ് ദ സീരിയസ് operation is performed, the chance that he will recover is 70%, otherwise it is 35%. On the other hand, if the patient is suffering from cancer and the serious operation is performed, the chance that he will recover is 20%, otherwise it is 100%. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്. അസ്യൂം ദാറ്റ് റിക്കവറി ആൻഡ് ഡെത്ത് ആർ ഓൺലി ദ പോസിബിൾ റിസൾട്ട്. കൺസ്ട്രക്ട് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ട്രീ. വാട്ട് ഡിസിഷൻ ഷുഡ് ഡോക്ടർ വിൽ ടേക്ക് അണ്ടർ ദിസ് കണ്ടീഷൻ. അപ്പോൾ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഒരു ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒരു പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇഫ് ദ ഡോക്ടർ പെർഫോം ദ ഓപ്പറേഷൻ, ആ ഒരു കേസിൽ ക്യാൻസർ കേസ് എത്ര 40% തന്നിട്ടുണ്ട്. 0.4 × 0.7 = 0.28 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത്. അതുപോലെ നോ ക്യാൻസർ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.6 ആണ്, അത് 60% ആയിരിക്കും. മൾട്ടിപ്ലൈഡ് ബൈ 0.2 ചെയ്യുക, അപ്പോൾ 0.12 കിട്ടി. സോ ഇത് ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് റിക്കവറി എന്ന് പറയുന്നത് 0.28 + 0.12 = 0.4 ആണ്, അതായത് 40% ആണ്. ഈ രണ്ടാമത്തെ പ്രോബബിലിറ്റി നോക്കാം. ഇഫ് ദ ഡോക്ടർ ഡസ് നോട്ട് പെർഫോം ദ ഓപ്പറേഷൻ, അങ്ങനെയാണെങ്കിൽ ക്യാൻസർ കേസ് എത്രയാണ്? 0.4 × 0.35 ചെയ്താൽ മതി. ഓക്കെ, സോ വിൽ ഗെറ്റ് എൻ ആൻസർ ആസ് 0.14. നോ ക്യാൻസർ കേസ് വരുമ്പോൾ എത്രയാണ്? 0.6 × 1 ചെയ്യുക, അപ്പോൾ 60% ആണ്. അപ്പോൾ 0.6 എന്ന് നമ്മൾ കൊടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ടേമിൽ നമ്മൾ എഴുതുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 0.14 + 0.6 = 0.74 എന്ന് കിട്ടും. സോ 74% ആണ്. അപ്പോൾ നമ്മൾ ഓവറോൾ കൺക്ലൂഡ് ചെയ്യുന്ന എത്രയാണ്? ഇഫ് ദ ഡോക്ടർ പെർഫോം ദ ഓപ്പറേഷൻ 40% ആണ് റിക്കവറി ചെയ്യാൻ ചാൻസ്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് റിക്കവറി ഇഫ് നോട്ട് പെർഫോംഡ് ഈസ് 74% എന്നാണ്. ബേസ്ഡ് ഓൺ ദ എബോവ് കാൽക്കുലേഷൻ വി ക്യാൻ കൺസ്ട്രക്ട് എ ഡിസിഷൻ ട്രീ. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അതിന് ക്യാൻസറും നോൺ ക്യാൻസർ, ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്യാൻസർ നോൺ ക്യാൻസറിൻ്റെ പ്രോബബിലിറ്റി ഒക്കെ അല്ലേ ചോദിക്കുന്നത്. അപ്പം നോൺ ക്യാൻസറുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആസ് ക്യാൻസർ 40%, നോ ക്യാൻസർ 60% ആണ് ബേസ്ഡ് ഓൺ അവർ കാൽക്കുലേഷൻ. ഇനി സർജറി കണ്ടക്ട് ചെയ്യുന്ന 2 കേസസ് ആണ് പറഞ്ഞത്. സർജറി 1 × 2 എന്ന് നമുക്ക് കൊടുക്കാം, സർജറി തന്നെ കൊടുക്കാം. അതിൽ ഫസ്റ്റ് കേസിൽ റിക്കവറി 70%, 30% ഡൈ ആവുന്നു. സെക്കൻഡ് കേസിൽ റിക്കവറി 20%, അതിൻ്റെ അർത്ഥം 80% ഡൈ ആവുന്നു എന്നാണ്. അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ ഇതുവരെ റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് കേസിൽ റിക്കവറി പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 70% ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി 0.28 ആണ്. ഡൈ ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി 0.12 ആണ്. സെക്കൻഡ് കേസിലും പ്രോബബിലിറ്റി 0.12 0.48 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് കേസിൽ നോ സർജറി ആണ് ഓപ്ഷൻ എങ്കിൽ റിക്കവറി 35ഉം ഡൈ 65%, പ്രോബബിലിറ്റി 0.14ഉം 0.26ഉം ആണ്. അതേപോലെ നോ സർജറി കേസാണ് നമ്മുടെ രണ്ടാമത്തേത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് റിക്കവറി എന്ന് വെച്ചാൽ 0.6 ആണ്. അപ്പം ഡൈ ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ് എന്നുള്ള നിലയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഈ പിക്ചറിലും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. 2 കേസസ് എപ്പോഴും ഉണ്ടാവും മിനിമം. സോ അതിനെ പിക്ചറിലി റെപ്രസെൻറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ അവർ കാൽക്കുലേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിസിഷൻ ട്രീ. നൗ വി വിൽ ഡിസ്കസ് ഡിഫറെൻറ്റ് മോഡൽസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതിന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് എന്ന് പറയാം. ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്പ്
ടീംസ് സിംപ്ലിഫൈ ദെയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് കൊളാബറേറ്റ് മോർ എഫക്റ്റീവ്ലി. കാരണം ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ് നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം ഒരു മോഡൽ ഉണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് നമുക്കൊരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു മോഡൽ അവൈലബിൾ ആണെങ്കിൽ വി ക്യാൻ ഫോളോ ദ മോഡൽ ഓർ പ്രോട്ടോകോൾ സോ ദാറ്റ് വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ ഓർ ഡിസിഷൻ എഫക്റ്റീവ്ലി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഈ ഒരു പ്രോട്ടോകോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നൊക്കെ ഉള്ള ഒരു മോഡൽസ് നമുക്കുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി കം ടു എ ഡിസിഷൻ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓഫർ ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്ക് അബൌട്ട് എ പ്രോബ്ലം ആൻഡ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ടൈം കൺസ്ട്രെയിൻസ്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്കില്ലായിരിക്കും, ഡിഫറെൻറ്റ് ടൈം കൺസ്ട്രെയിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ അവർക്ക് ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ, ഒരു ഡിസിഷൻ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ടു ദ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കം ടു എ കൺക്ലൂഷൻ വെരി എഫക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഈസിയായി മാറുകയാണ് ചെയ്യുന്നത്. ഡിസിഷൻ മോഡൽസ് ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജർ അല്ലെങ്കിൽ ആ ഹയർ പോസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു മോഡൽ ഉണ്ടാക്കുന്നത്. ഒരു പ്രോബ്ലം വന്ന് എങ്ങനെ ഡിസിഷൻ എടുക്കും എന്നുള്ളൊരു മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ആ മെമ്പേഴ്സിന് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ അതിൽ നിന്ന് നമുക്ക് ഇവോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മോഡൽസ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് ഡിസിഷൻ മോഡൽ ഈസ് റാഷണൽ ഡിസിഷൻ മോഡൽ. ഇതെന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ സ്റ്റെപ്സ് ആണ് അതിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടു ഗെറ്റ് എ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. അതായത് ഒരു പ്രോബ്ലം കൊടുക്കുന്നു, അതിൻ്റെ മൾട്ടിപ്പിൾ വ്യൂസിൽ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റാഷണൽ ഡിസിഷൻ മോഡലിൻ്റെ ഡീമെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമുക്ക് എല്ലാ സൊല്യൂഷനും കിട്ടിയതിൽ നിന്ന് ബെസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് ചെയ്യേണ്ടി വരും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ റാഷണൽ ഡിസിഷൻ മോഡൽ സ്റ്റെപ്സ്, ആദ്യം തന്നെ ഡിഫൈൻ യുവർ ഗോൾ ഓർ ഒബ്സ്റ്റക്കിൾസ്. എന്താണ് ഒബ്സ്റ്റക്കിൾ, എന്താണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുക. Then determine the relevant information. In this step, we have to determine what information about your goal or obstacle is relevant to finding a solution. Next step is to develop relevant information. Your team can create a list of potential options for solution. ഈ ഒരു സ്റ്റെപ്പിൽ സൊല്യൂഷനിലേക്ക് എത്താനുള്ള ഓപ്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വെറുതെ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, എവിഡൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറേ ഓപ്ഷൻസ് കൊണ്ടുവരിക. ആ ഓപ്ഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അറേഞ്ച് ദ ഓപ്ഷൻ ബൈ ദർ വാല്യൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സക്സസ്സിലേക്ക് എത്താനുള്ള. അപ്പോൾ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക ബേസ്ഡ് ഓൺ ദ സക്സസ് ലെവൽ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എമംഗ് ദ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് which is available to us. And finally, we have to finalize your decision and take necessary action. So this is the steps of rational decision model. Coming to the next one, that is intuitive decision model. അപ്പോൾ നേരത്തെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതിൽ ലോജിക്കൽ റീസണിങ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്, ലോജിക്കൽ ബേസ് ആയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഹിയർ വി ആർ ടേക്കിംഗ് ഡിസിഷൻ ഫ്രം ഫീലിങ്സ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫീലിങ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റോ വെച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിനെ ഇൻറ്റ്യൂട്ടീവ് ഡിസിഷൻ മോഡൽ എന്നാണ് പറയുന്നത്. ഇൻറ്റ്യൂട്ടീവ് ഡിസിഷൻ മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ക്വിക്ക് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയാണല്ലോ സാധാരണ എല്ലാത്തിലും ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ അതിനുള്ള ടൈം ഇല്ലാത്ത കേസുകളിൽ പെട്ടെന്നൊരു റാൻഡം ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയാൻ പറ്റുന്നത് ഇൻറ്റ്യൂട്ടീവ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫൈൻ ദ ഗോൾ അല്ലെങ്കിൽ ഒബ്സ്ട്രക്കിൾ. എന്താണോ നമ്മൾ ഗോളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സിമിലർ ഗോൾസ് ആൻഡ് ഒബ്സ്ട്രക്കിൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിന് ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് പോസിബിൾ ബയാസ് എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ഇൻപുട്ടും കിട്ടാതിരിക്കുമ്പം നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള സ്റ്റഡിയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടത്തേണ്ടത്. അതായത് കൺസിഡർ ഹൗ യുവർ ഡിസിഷൻ മേ അഫക്റ്റ് യുവർ സെൽഫ്, യുവർ ടീം ആൻഡ് യുവർ കമ്പനി ആസ് യു തിങ്ക് ഓഫ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻ. നമ്മൾ സൊല്യൂഷനായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, അതായത് ഇൻപുട്ടൊന്നും ഒരിടത്തുനിന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതെങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു, കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സ്റ്റഡിയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടത്തേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ഡിറ്റർമൈൻ എ യൂസബിൾ സൊല്യൂഷൻ. ആൻഡ് ഫൈനലി യു ക്യാൻ ഗെറ്റ് എ ഡിസിഷൻ ആൻഡ് ടേക്ക് എ ആക്ഷൻ ബേസ്ഡ് ഓൺ യുവർ ഫൈനലൈസ്ഡ് ഡിസിഷൻ. സോ ഇതാണ് ഇൻഡ്യൂസീവ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. The next decision model is recognition prime decision model. It is created by Gary Eklin and it is specified in his book Sources of Power. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ്ഡ് ഓൺ പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനേജറിന് കുറേ കാലമായിട്ടൊരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാവുന്ന
പ്രോബ്ലംസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിസിഷൻസ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറേ വർഷങ്ങളായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനും ഒരു ഡിസിഷനിലേക്ക് എത്താനും എളുപ്പമായിരിക്കും. വി വിൽ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻ പ്രൈം ഡിസിഷൻ മേക്കിംഗ് മോഡൽ. അതിൽ ഫസ്റ്റ് ഡിഫൈൻ ദ ഗോൾ ആൻഡ് ഒബ്സ്റ്റക്കിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു കൺസിഡർ റിലവൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് സിമിലർ സിറ്റുവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സിമിലർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാണ് എന്ന് പറഞ്ഞിരുന്നു. റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം, സോ ദാറ്റ് വി ക്യാൻ ഡു ദ ക്വിക്ക് ഡിസിഷൻ ഓൺ എ പെർട്ടിക്കുലർ പ്രോബ്ലം. ദെൻ ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നുള്ള സൊല്യൂഷൻ ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ബേസിസിൽ വി വിൽ പ്രൊവൈഡ് എ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ഫോർ എ പെർട്ടിക്കുലർ പ്രോബ്ലം. ആൻഡ് ഫൈനലി കൺസിഡർ ഇഫ് ദ സൊല്യൂഷൻ വർക്ക്സ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ അത് നമ്മുടെ പ്രോബ്ലത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇഫ് എനി മോഡിഫിക്കേഷൻ ഈസ് റിക്വയർഡ്, അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ദ സൊല്യൂഷൻ. അതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ആഡ് ചെയ്ത് ടു എൻഹാൻസ് ദ സൊല്യൂഷൻ സ്റ്റെപ്സാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നടക്കുന്നത്. അതായത് ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എപ്പോഴും ബെസ്റ്റ് ഔട്ട്കം ആയിട്ടുള്ള റിസൾട്ട് തന്നെ തരണമെന്നില്ല. അതിന് നമുക്ക് ചില സമയങ്ങളിൽ മോഡിഫിക്കേഷൻ വേണ്ടി വരും. നമുക്ക് എപ്പോഴും ഇത് ചെയ്യുന്ന എന്തിനാണ്? ദ മോട്ടോ ഓഫ് ദ മെയിൻ തിങ് ഈസ് ടു ഗെറ്റ് എ ബെറ്റർ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ പ്രോബ്ലം. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫൈനലൈസ് യുവർ ഡിസിഷൻ ആൻഡ് ടേക്ക് ആക്ഷൻ എന്നാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് വിത്ത് എ സൊല്യൂഷൻ, ഫൈനലൈസ് ദ ഡിസിഷൻ വിത്ത് യുവർ ടീം ആൻഡ് ടേക്ക് ആക്ഷൻ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തു, അതിന് ശേഷം നമുക്ക് മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്തണം ആ ഡിസിഷനിൽ എന്നുണ്ടെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ മോഡിഫിക്കേഷൻ ഓൾസോ അറ്റ് ദാറ്റ് സ്റ്റേജ്. Okay, so this is all about recognition primed decision model. So now we'll discuss one more decision model, that is creative decision model. ഈ ഒരു മോഡലിൽ ഡിസിഷൻ എടുക്കുന്നത് ഒരിക്കലും പ്രയർ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ റെഫർ ചെയ്തുകൊണ്ടല്ല, പ്രയർ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല ഇതിൽ ഒരു ഡിസിഷനും എടുക്കുന്നത്. അതാണ് ഈ ക്രിയേറ്റീവ് ഡിസിഷൻ മോഡലിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ ന്യൂ പ്രോജക്റ്റ് എടുക്കുന്ന സമയത്തുമാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരു തിങ്കിങ് എബിലിറ്റി വേണ്ടത്. അതൊരു നോവലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാനൊന്നും പോവേണ്ട കാര്യമില്ല. അതിന് ക്വിക്കായിട്ടുള്ള ഡിസിഷനാണ് വേണ്ടത്, ക്രിയേറ്റീവായിട്ടുള്ള ഡിസിഷനാണ് എടുക്കേണ്ടത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റീവ് ഡിസിഷൻ മോഡൽ. ഇതിനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഡിഫൈൻ ഗോൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്, ക്രിയേറ്റ് റിലവൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് കൺസിഡർ ദ ഇൻഫോർമേഷൻ ഓവർ ടൈം. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡ്യൂ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ കമ്പനികളുടെ റിപ്പോർട്ടുകളോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ അതിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി നടത്തണോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യൽ സോഴ്സ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് ടോക്സ് വിത്ത് കൊളീഗ്സ് ഓർ മേക്കിംഗ് എ വേർഡ് അസോസിയേഷൻ ലിസ്റ്റ്. ദീസ് ഓൾ തിങ്സ് വിൽ help you to consider information over time. So this is the initial step in the creative decision model, and as usual the next step is to create a suitable solution from the initial studies, and later finalize your decision and take action with a prior consultation with your team members. അത് നമ്മളെ എല്ലാ ഡിസിഷൻ മോഡലിലുമുള്ള സ്റ്റെപ്സാണ് ഈ രണ്ടെണ്ണവും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഓരോ ഡിസിഷൻ മോഡൽസിലും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. We will be winding up, and thank you for watching. Bye.